ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 3-ാം ക്ലാസ്സിലെ മലയാളം പാഠം 1 കനകച്ചിലങ്ക ആ പാഠത്തിലെ അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 8. മലയാള ഭാഷയെ കവി വർണ്ണിച്ചിരിക്കുന്നത് കനകച്ചിലങ്ക. കനകച്ചിലങ്ക എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണ്ണപാദസരം. സ്വർണ്ണപാദസരത്തിലെ ഓരോ മുത്തുകളാണ്, മലയാള ഭാഷയുടെ ഓരോ മുത്തുകളാണ് കഥയും കവിതയും പഴഞ്ചൊല്ലുകളും നാടൻ പാട്ടുകളും ഒക്കെ. അങ്ങനെയുള്ള നമ്മുടെ മലയാള ഭാഷയിലെ ഒന്നാണ് കവിത. മലയാള ഭാഷയെ മനോഹരമാക്കുന്ന ഒന്നാണ് കവിത. ഒരു ചെറിയ കവിത നമുക്കൊന്ന് നോക്കിയാലോ. കാക്കിരി പൂക്കിരി. കവിതയുടെ പേരെന്താ? കാക്കിരി പൂക്കിരി. നമുക്കൊന്ന് കവിത ചൊല്ലി നോക്കിയാലോ. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, എത്താ കൊമ്പത്ത്. കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു, കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തെന്തുള്ളികളി നാവിനു സമ്മാനം, നാവിനു സമ്മാനം. രാമകൃഷ്ണൻ കുമരനല്ലൂർ എന്ന കവി എഴുതിയ കവിതയാണിത്. അപ്പം നമുക്ക് എന്താണ് കവിതയിൽ പറയുന്നതെന്ന് നോക്കിയാലോ. എന്താ പറയുന്നത്? കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്. എന്താ തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് എന്ന് പറഞ്ഞ? തേന്മാവ് എന്ന് പറഞ്ഞാൽ ഒരു മാവിൻ്റെ പേരാണ്. ഈ തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, എത്താ കൊമ്പത്ത് എന്ന് പറഞ്ഞാൽ എത്താത്ത കൊമ്പത്ത്, നമ്മുടെ കൈകളൊന്നും എത്താത്ത അങ്ങ് ദൂരെയുള്ള കൊമ്പത്ത് എന്തുണ്ടായി? മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. അപ്പോൾ നമ്മുടെ തേന്മാവിൻ്റെ എത്താത്ത അങ്ങ് അറ്റത്തുള്ള കൊമ്പത്ത് എന്തുണ്ട്? പഴുത്തു തൂങ്ങിക്കിടക്കുന്ന മാങ്ങകളുണ്ട് അല്ലേ? മാങ്ങകൾ ഇങ്ങനെ പഴുത്തിട്ട് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പൊ എന്തുണ്ടായി? പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. അപ്പൊ പഴുത്തു തൂങ്ങിക്കിടക്കുന്ന മാങ്ങകളെ കണ്ടിട്ട് പിള്ളേര് ആർത്തു വിളിക്കുകയാണ്. എന്താവും വിളിച്ചിട്ടുണ്ടാവുക? ആ മാങ്ങ, അതാ മാങ്ങ അവിടെയുണ്ട്, നമുക്ക് പറിക്കാന്നൊക്കെ പറഞ്ഞ് ആർത്തു വിളിക്കുകയാണ്. അപ്പം തേന്മാവിൻ്റെ എത്താത്ത കൊമ്പത്ത് മാങ്ങകളെങ്ങനെ പഴുത്തു നിൽക്കുന്നത് കണ്ട് പിള്ളേര് എന്ത് ചെയ്യാണ്? ആർത്തു വിളിക്കുന്നു. പിന്നെയോ കാറ്റിൻ കൈകൾ കൊമ്പു കുലുക്കുന്നു. അപ്പോൾ പിള്ളേരുടെ ആർത്തുവിളി കണ്ട് നമ്മുടെ കാറ്റ് എന്ത് ചെയ്യാണ്? ആ കാറ്റിൻ്റെ കൈ കൊണ്ട് കൊമ്പ് കുലുക്കുകയാണ്. എന്ന് വെച്ചാൽ കാറ്റടിക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാറ്റടിച്ചിട്ട് കൊമ്പുകളൊക്കെ കുലുക്കുകയാണ്. അപ്പം എന്തുണ്ടാവുക? 4-5 നിലത്ത് വീഴുന്നു. അങ്ങനെ കാറ്റ് വന്ന് വീശുമ്പോൾ കൊമ്പൊക്കെ കുലുങ്ങുന്നു. അപ്പം എന്തുണ്ടാവുകയാണ്? 4-5 നിലത്ത് വീഴുന്നു. എന്താ വീഴുന്നത്? മാങ്ങ. മാങ്ങകൾ നിലത്ത് വീഴുകയാണ്. ഈ മാങ്ങകൾ തേൻ തുള്ളികളി നാവിനു സമ്മാനം. തേന്മാവിൻ്റെ മാങ്ങകൾക്ക് എന്തു രുചിയാവും? തേൻ തുള്ളികളുടെ രുചിയാവൂലേ? ആ നല്ല രുചിയാണല്ലേ, അത് നാവിന് സമ്മാനം. അതുപോലെ തന്നെ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന കാക്കിരി പൂക്കിരി എന്നീ വാക്കുകളുടെ അർത്ഥം എന്താണ്? കാക്കിരി പൂക്കിരി എന്ന് പറഞ്ഞ ആ വാക്കുകൾക്ക് പ്രത്യേക അർത്ഥമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അത് കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? കാക്കിരി പൂക്കിരി എന്നതിൽ ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കവിതയ്ക്ക് നല്ല ഈണവും താളവും കിട്ടാൻ വേണ്ടിയാണ്. അതിനു വേണ്ടി ഉപയോഗിച്ചതാണ് കാക്കിരി പൂക്കിരി എന്ന 2 വാക്കുകൾ കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഈ കവിതയിൽ യാതൊരു അർത്ഥവും ഇല്ല. ഓക്കെ കൂട്ടുകാരെ, രാമകൃഷ്ണൻ കുമരനല്ലൂർ എഴുതിയ കവിതയാണ് കൂട്ടുകാർ ഇപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബായ്.